പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഷെയ്ഖ് സജാദ് ഗുൽ അയാൾ കേരളത്തിൽ വന്നു എന്നുള്ള ഒരു വിവരമാണ് NIA-യിൽ നിന്ന് ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ NIA ഔദ്യോഗികമായി കേരള പോലീസിന് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ കൈമാറിയിട്ടില്ല. അതേസമയം കേരളത്തിൽ ഇയാൾ വന്നത് എന്തിനാണ് എന്നുള്ള ഒരു അന്വേഷണം കേരള പോലീസ് നടത്തുകയാണ്. ഇയാൾ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാൻ വന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം കോഴ്സുകൾ നടത്തുന്ന ഏജൻസികൾ കേന്ദ്രീകരിച്ച്, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കേരള പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം അന്വേഷണം നടത്തുന്നത്. മാത്രമല്ല 2002 മുൻപ് നൽകിയ സർട്ടിഫിക്കറ്റുകളുടെ പരിശോധനയും കേരള പോലീസ് ഇപ്പോൾ നടത്തുന്നുണ്ട്. അയാൾ എന്തിനു വന്നു, ഇവിടെ മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നാണ് അറിയാനുള്ളത്. ഏതായാലും സജാദ് ഗുലിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. രാജ്യദ്രോഹ കേസുമായി ബന്ധപ്പെട്ട് NIA 2021 ഇയാളുടെ പേരിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ FIR-ൽ സജാദ് ഗുലാണ് ഒന്നാം പ്രതി. ആ FIR-ന്റെ വിശദാംശങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. FIR-ന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ആ FIR-ൽ വ്യക്തമാക്കുന്നത് കശ്മീരിലെ ശ്രീനഗർ സ്വദേശിയാണ് സജാദ് ഗുൽ എന്നുള്ളതാണ്. മാത്രമല്ല ഈ ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ച് ലഷ്കർ-ഇ തോയ്ബയുടെയും ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെയും കമാൻഡറായി അയാൾ പ്രവർത്തിക്കുന്നു എന്നാണ് ആ FIR-ൽ വ്യക്തമാക്കുന്നത്. അയാളുടെ പ്രവർത്തന രീതികൾ ആ FIR-ൽ വിശദമാക്കുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ അക്രമങ്ങൾ നടത്താൻ വേണ്ടി ജമ്മു കാശ്മീരിലെ യുവാക്കളെ സ്വാധീനിക്കുകയും അവരെ പ്രചോദിപ്പിച്ച് ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകൃഷ്ടരാക്കുകയും ചെയ്യുന്നു എന്നാണ് FIR-ൽ പറയുന്നത്. മാത്രമല്ല ഇത്തരം ഗ്രൗണ്ട് വർക്കിന് വേണ്ടി ഈ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നത് ആയുധങ്ങളുടെ നീക്കം നടത്താനും ഒപ്പം തന്നെ ഈ അക്രമം നടത്തേണ്ട സ്ഥലങ്ങൾ കണ്ടെത്താനും വേണ്ടിയിട്ടാണ് എന്നും ഈ FIR-ൽ വ്യക്തമാക്കുന്നുണ്ട്. അതിനൊപ്പം വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ജിഹാദി ആശയങ്ങൾ ഇയാൾ പ്രചരിപ്പിച്ചു എന്ന് ഈ FIR-ൽ ഉണ്ട്. പ്രത്യേകിച്ച് യൂട്യൂബ്, ഫേസ്ബുക്ക്, മെസ്സഞ്ചർ അടക്കമുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് ഈ ജിഹാദി ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. അതിനൊപ്പം തന്നെ ഗൗരവം അർഹിക്കുന്ന ഒരു കാര്യം കൂടി FIR-ൽ പറയുന്നുണ്ട്. രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനും അക്രമങ്ങൾ നടത്താനും പണം സ്വരൂപിക്കാൻ വേണ്ടി നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന് ഹവാല ഇടപാടുകൾ, മറ്റ് അത്തരം ഇടപാടുകളിലൂടെയും വലിയ തോതിൽ പണം രാജ്യത്തേക്ക് ഇയാൾ മുഖാന്തരം എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഈ FIR-ൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ അത്രയും വലിയൊരു കൊടിയ ഭീകരൻ എന്തിനാണ് കേരളത്തിൽ വന്നത്? അയാളുടെ ലക്ഷ്യം വിദ്യാഭ്യാസം മാത്രമായിരുന്നോ? അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ കേരളം കേന്ദ്രീകരിച്ച് ലക്ഷ്യമിട്ടിരുന്നോ? കൂടുതൽ ആൾക്കാരെ ഇവിടെ നിന്ന് തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം ഇനി അറിയേണ്ടതുണ്ട്. NIA ഇതുവരെ ഔദ്യോഗികമായി കേരള പോലീസിന് ഒരു വിവരവും കൈമാറിയിട്ടില്ല. പക്ഷേ കേരളത്തിന് അറിയണം ഇയാളുടെ സാന്നിധ്യം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത്. അതറിയാനാണ് സംസ്ഥാന പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്.